ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2019 എം ജി ഇന്ത്യയിലേക്ക് വരുന്നത്. ആൻഡ് വന്ന സമയത്ത് ഒരു ഹെക്ടർ കൊണ്ടാണ് ആദ്യമായിട്ട് എത്തിയത്. അതിനുശേഷം പിന്നെ ഗ്ലോസ്റ്റർ വന്നു, ZSEV ഉണ്ടായിരുന്നു, അതുപോലെ ആസ്റ്റർ പിന്നീട് അവർ ഇറക്കി. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എം ജി കൊമറ്റ് ഇറക്കുന്നത്. ആൻഡ് കൊമറ്റ് അത്യാവശ്യം സക്സസ്ഫുൾ ആയെന്ന് പറയേണ്ടി വരും. കാരണം അത് എങ്ങനെയാണെന്ന് അറിയില്ല, 1000-നടുത്ത് കേട്ടോ 700 to 800 ഇടയിലൊക്കെ ആയിട്ട് അതിന് മിക്കവാറൊക്കെ മന്ത്ലി സെയിൽസ് കിട്ടാറുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഡീസൻറ്റ് സക്സസ് ആയിരുന്നു. നമ്മൾ ആ സെഗ്മെൻറ്റിൽ ഇതിനു വേണ്ടി അങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടില്ല എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ബാക്കി വണ്ടികളല്ലേ, ഇപ്പോൾ ഗ്ലോസ്റ്റർ ആയാലും ആസ്റ്റർ ആയാലും ZSEV വലിയ കുഴപ്പമില്ലാണ്ടവർ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്കി പെട്രോൾ ഡീസൽ പവർഡ് എല്ലാ വണ്ടികളും വൻ ഫെയിലിയർ ആയിരുന്നു. ഇതൊക്കെ കണ്ടതിന് ശേഷം എം ജി വിചാരിച്ചു, എന്നാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇനിയിപ്പം പെട്രോൾ ഡീസൽ വണ്ടികളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കൂടുതൽ EVസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്നുള്ളത്. അതിനുശേഷമാണ് അവർ വിൻസർ EV ഇറക്കുന്നത്. അതൊരു വല്ലാത്ത ഹിറ്റാണ്. ഇപ്പോഴും എം ജി ഇന്ത്യയിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നൊരു വണ്ടി വിൻസർ EV ആണ്. നമ്മളെന്തായാലും ഈ വീഡിയോയിലൂടെ നോക്കുന്ന കഴിഞ്ഞ മാസം എം ജി ഓരോരോ വാഹനങ്ങൾ എന്തോരം വിറ്റിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്കി ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പറയാം. ഏതായാലും ഇവിടെ ഇപ്പോൾ ഇവർ 6 വണ്ടികളാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. അതിൽ 6th പൊസിഷനിലുള്ള വാഹനം എം ജിയുടെ ഗ്ലോസ്റ്ററാണ്. ഡെഫിനറ്റ്ലി ഒരു നീഷ് പ്രൊഡക്റ്റാണ്. ഫോർച്യൂണറിൻ്റെ റൈവലായിട്ട് അവർ ഇറക്കിയതാണ്. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്വിൻ ടർബോ ഡീസൽ എഞ്ചിനുള്ള ഒരു 4x4 വാഹനമാണ്. പക്ഷേ സെയിലിൻ്റെ കാര്യത്തിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വണ്ടിയാണ്. ഈ അടുത്ത വർഷം 2025 തൊട്ട് ഇതിൻ്റെ സെയിൽ വളരെ മോശമാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം ജസ്റ്റ് 16 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയുള്ളൂ. മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 34 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ 18 വണ്ടികളുടെ വ്യത്യാസം. 52.94% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ഇനി അതല്ല, ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2024 ജൂലൈയിൽ 191 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ഡീസൻറ്റ് സെയിലാണ് ഈ വണ്ടിയുടെ സെഗ്മെൻറ്റും പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ 175 വണ്ടികളുടെ വ്യത്യാസം നമുക്ക് ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാണാം. അതായത് 91.62% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സോ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടെയാണ് ഗ്ലോസ്റ്റർ. ഇതാണ് ഗ്ലോസ്റ്ററിൻ്റെ അവസ്ഥ. നമുക്കറിയാം, ഫോർച്യൂണറിനായിട്ട് പിടിച്ചേക്കാൻ ഇതൊരു വണ്ടിക്കും പറ്റിയിട്ടില്ല. എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ അതും കൂടെ പോയപ്പോഴേക്കും കംപ്ലീറ്റ് മോണോപ്പൊളിയായി ഫോർച്യൂണറിന്. ഇനി അടുത്തത് എം ജിയുടെ ആസ്റ്റർ ആണ്. ഇത് ZSEVയുടെ തന്നെ ഒരു പെട്രോൾ പവർഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് അവർ ഇറക്കിയത്. പക്ഷേ സെയിലിൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമായിരുന്നു. ZSEVയുടെ അത്രയും പോലും സെയിൽ ഇതിന് കിട്ടുന്നില്ല. കഴിഞ്ഞ മാസം വെറും 48 വാഹനങ്ങളുടെ സെയിൽ മാത്രമാണ് ഈ വണ്ടിക്ക് കിട്ടിയത്. 2025 ജൂണിൽ 66 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 18 വണ്ടികളുടെ വ്യത്യാസം. 27.27% ഡീഗ്രോത്ത് റേറ്റ്. ഇനി ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 2024 ജൂലൈയിൽ 929 വണ്ടികളുടെ സെയിൽ കിട്ടിയായിരുന്നു. ആ സമയത്ത് ഇതിന് വലിയ കുഴപ്പമില്ലാത്ത സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാലമായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 881 വണ്ടികളുടെ വ്യത്യാസം. 94.83% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി ഇതാണ്. ആൻഡ് സത്യം പറഞ്ഞ് ഇപ്പോൾ ഈ വണ്ടി അത്ര ഔട്ട്സ്റ്റാൻഡിങ് പ്രത്യേകിച്ച് അതിനൊരു യൂണീക്ക് പോയിൻ്റ് ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ സെഗ്മെൻറ്റിലുണ്ട്. അതിലൊരു കീ ഫീച്ചർ ഇതിനെടുത്ത് പറയാനില്ലാത്തത് കൊണ്ടാണ് ആരും ഇതങ്ങനെ കൺസിഡർ ചെയ്യാത്തത്. ഈവൻ ടർബോ പെട്രോൾ വരുന്നതാണെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര ഒരു സ്പോർട്ടി വണ്ടിയല്ല. ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല, ആവശ്യത്തിന് ഫീച്ചേഴ്സേ ഉള്ളൂ. ഇപ്പോൾ കോമ്പറ്റീഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ മുങ്ങിപ്പോയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ വണ്ടി ഓവറോൾ നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല. പിന്നെ ടോപ്പ് എൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ആ സമയത്ത് എല്ലാവരും ക്രെറ്റ എടുക്കുകയുള്ളൂ. ഇനി നമ്മുടെ അടുത്ത വാഹനം ഇവർ ഇന്ത്യയിലേക്ക് ആദ്യം കൊണ്ടുവന്ന വണ്ടിയായ ഹെക്ടർ പ്ലസ് രണ്ടിൻ്റെ കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം 579 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് രണ്ടിനും കൂടെ കിട്ടിയത്. 2025 ജൂൺ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം മന്ത് ഓൺ മന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 757 വണ്ടികളുടെ സെയിലാണ് ആ സമയത്ത് ഇതിന് കിട്ടിയത്. 178 വണ്ടികളുടെ വ്യത്യാസം. 23.51% ഡീഗ്രോത്ത് റേറ്റുമാണ് ഉള്ളത്. പക്ഷേ 2024 ജൂലൈ, കഴിഞ്ഞ വർഷം ജൂലൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1780 വാഹനങ്ങളുടെ സെയിൽ ഈ വണ്ടിക്ക് കിട്ടിയതായിരുന്നു. സോ 1201 വണ്ടികളുടെ വ്യത്യാസം ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിട്ടുണ്ട്. ആൻഡ് 67.47% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത് ആക്ച്വലി വളരെ കൂടുതലാണ്. ഈ വണ്ടിയായിട്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് വന്നതെന്ന രീതിയിൽ നോക്കുമ്പം ഗ്ലോസ്റ്റർ ആസ്റ്ററൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹാരിയർ ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, ഓർ ഈവൻ നമ്മുടെ മഹീന്ദ്രയുടെ ഓൾട്ടർനേറ്റീവ്സ്, അതിനെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. XUV ബ്ലോക്ക് 7000-9000 വെച്ചൊക്കെയാണ് അവർ വിൽക്കുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ വണ്ടി ഇത്തിരി ലെറ്റ് ഡൗൺ തന്നെയാണ് ഇപ്പോഴും സെയിൽസിൻ്റെ കാര്യത്തിൽ. ഇനി ഈ ലിസ്റ്റിൽ മൂന്നാമത്തെ വണ്ടി നമ്മുടെ എം ജിയുടെ ZSEV ആണ്. ZSEV എന്ന് പറയുമ്പം പൊതുവേ ആസ്റ്ററിൽ ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഇലക്ട്രിക് വേർഷനാണ്. ഇപ്പോൾ ഈ വണ്ടി ഒരു ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. പക്ഷേ ഈ അടുത്തായിട്ട് അവർ ഇതിൻ്റെ വിലയൊന്ന് കുറച്ചായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് സെയിൽ ബൂസ്റ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 815 വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടി. കഴിഞ്ഞതിന് മുന്നത്തെ മാസം പക്ഷേ ജസ്റ്റ് 317 വണ്ടികളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 498 വാഹനങ്ങളുടെ
വ്യത്യാസം 157.1% ഗ്രോത്ത് റേറ്റും മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി മന്ത് ഓൺ മന്തിൽ ഇതാണ്. ഇനി ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും 2024 ജൂലൈയിൽ 472 വാഹനങ്ങൾ സെയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. 343 വാഹനങ്ങളുടെ വ്യത്യാസം, 72.67% ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ ബേസിസിലും ഇതിന് വന്നിട്ടുണ്ട്. ആൻഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ആകപ്പാട് ഗ്രോത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു വാഹനവും എം ജിയുടെ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വണ്ടികൾക്കും ഇയർ ഓൺ ഇയർ കമ്പാരിസണിൽ ഡീഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇവർക്ക് വിൻസർ റിവ്യൂ ഇല്ലായിരുന്നില്ല. അപ്പോൾ പിന്നെ പൊതുവേ ഇവർ ബാക്കി വണ്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് വിറ്റുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇവരുടെ ഇപ്പോൾ നമുക്കറിയാവുന്ന മെയിൻ ലൈനപ്പിലെ കാര്യങ്ങൾ. ഇനി അതിനുശേഷം വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികളാണ് ഇനി നമ്മുടെ ടോപ്പ് 2 ഇവരുടെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിൽ സെക്കൻഡ് പൊസിഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, എം ജിയുടെ കൊമറ്റ് തന്നെയാണ്. ഇറങ്ങിയ സമയത്ത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു, ഇൻഫാക്ട് ഇപ്പോഴും ആർക്കും ഇഷ്ടമല്ല. പക്ഷേ എടുക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സിറ്റി ഡ്രൈവിന് നല്ലതാണ്, പിന്നെ സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ ആക്ച്വലി വണ്ടി വളരെ നല്ലതാണ്. റേഞ്ച് വലിയ കുഴപ്പമില്ല. അവർ പറയുന്ന 230 ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ തന്നെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഓടിക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ 912 വാഹനങ്ങളുടെ സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. 2025 ജൂൺ, അതായത് 25 ജൂൺ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 856 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 56 വണ്ടികളുടെ വ്യത്യാസം 6.54% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. 1200 വണ്ടികളുടെ സെയിലായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ കിട്ടിയത്. 288 വാഹനങ്ങളുടെ വ്യത്യാസം 24% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ ബാക്കി എല്ലാ വണ്ടികൾക്കും ഡീഗ്രോത്ത് വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. ബട്ട് സ്റ്റിൽ ഡീഗ്രോത്ത് തന്നെയാണല്ലോ. ഈ വണ്ടി എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ ഇന്ത്യയിൽ ഇപ്പോൾ പുതിയൊരു സെഗ്മെൻറ്റ് ഒന്ന് ഓപ്പൺ അപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വിൻഫാസ്റ്റിൻ്റെ മിനിയോ ഗ്രീൻ എന്ന് പറഞ്ഞൊരു വണ്ടി അവർ ഇന്ത്യയിൽ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് വരുമായിരിക്കും. പിന്നെ ഈ ഏകദേശം ഇത്തിരി കൂടെ പ്രൈസ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ടിയാഗോ ഇവി ആണ്. അത് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്, പക്ഷേ ഇത്രയും കോമ്പാക്റ്റ് അല്ല. പക്ഷെ ഒരു കാർ എന്ന രീതിയിൽ നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലത്. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി ഇവരുടെ ബ്രാൻഡ് ബിൽഡിങ്ങിന് ഇന്ത്യയിൽ സഹായിച്ചിട്ടുള്ള വിൻസർ റിവ്യൂ ആണ്. ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇവരുടെ ബ്രാൻഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ചത് തീർച്ചയായും വണ്ടിയാണ്. ഹെക്ടർ, ഗ്ലോസ്റ്റർ, ആസ്റ്റർ, ZS EV എല്ലാം വന്നെങ്കിലും ഒന്നിനും അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അത് വിൻസർ റിവ്യൂക്ക് വളരെ നന്നായിട്ട് തന്നെ പറ്റി. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്രൈസിങ് അടിപൊളിയായിരുന്നു. ആ സമയത്ത് നമുക്ക് നെക്സോൺ EV വാങ്ങുന്ന പ്രൈസിൽ ഇത്രയും വലിയ വണ്ടി ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും സ്പേസും അതുപോലെ ആവശ്യത്തിന് റേഞ്ചും ഒക്കെ വെച്ച് കിട്ടും. ആൻഡ് ഈ അടുത്തവർ ഇതിൻ്റെ വിൻസർ പ്രോ എന്ന് പറഞ്ഞൊരു ലോങ് റേഞ്ച് മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് 400 കിലോമീറ്റേഴ്സിന് മുകളിൽ റേഞ്ചും ഉണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പുതിയ ഫീച്ചേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. എനിവേ കഴിഞ്ഞ മാസം 4308 വാഹനങ്ങളുടെ സെയിലാണ് ഈ വണ്ടിക്ക് കിട്ടിയത്. ഇവരുടെ ബാക്കി എല്ലാ വണ്ടിയും കൂടെ ആഡ് ചെയ്താൽ പോലും ഇത്രയും സെയിൽ ആവുന്നില്ല. അത്രയും സെയിൽ ഇവരുടെ ഒറ്റൊരു വണ്ടിക്ക് കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിത് മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ 3799 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. സോ 509 വണ്ടികളുടെ വ്യത്യാസം 13.4% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ബേസിസിലുള്ളൊരു കമ്പാരിസനോടെ പോസിബിൾ അല്ല. കാരണം ഈ വണ്ടി 2024 ജൂലൈയിൽ ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു ലേറ്റർ സ്റ്റേജിലാണ് ഈ വണ്ടി ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ വലിയൊരു ഹിറ്റായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിനെപ്പറ്റി. ഈ വണ്ടി കഴിഞ്ഞ മാസമാണ് ഇതിന് ഇൻഫാക്റ്റ് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയത്. അതുവരെ 4000-ന് അടുത്തൊക്കെ എത്തുമെങ്കിലും അത് ക്രോസ് ചെയ്ത് 4300 റേഞ്ച് ആയിരുന്നു കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും അതും സംഭവിച്ചു. ആൻഡ് കോൺസിക്യൂട്ടീവായിട്ട് 10 മാസം ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് EV ഈ വണ്ടി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കുന്ന ടാറ്റയാണ്. അതിൻ്റെ റീസൺ അവർക്ക് ഇഷ്ടംപോലെ ഇലക്ട്രിക് വണ്ടികളുണ്ട്. പക്ഷേ എം ജിക്കാകെ 3 ഇലക്ട്രിക് വണ്ടികളേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടി ഇവരുടെയാണ്. അതായത് നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് EV എന്ന് പറയുന്നത് വിൻസർ EV തന്നെയാണ്. നെക്സോൺ EV, പഞ്ച് EV ഇതെല്ലാം 2000-2500 അടുത്തൊക്കെ ആയിട്ട് ഇപ്പോഴും സെയിലുള്ളൂ. പക്ഷേ അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളാണ് ഈ വണ്ടി വിൽക്കുന്നതെന്ന് പറയാം. എന്തായാലും ഇതാണ് എം ജിയുടെ സെയിൽസ്. എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കെന്തോ ഇവരുടെ ഈ ഒരു സെയിൽസിൻ്റെ സക്സസിനെ പറ്റി പറയണമെന്ന് തോന്നി. കാരണം പണ്ടെല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നൊരു കമ്പനിയാണ്. JSW വാങ്ങിയപ്പം കുറച്ചും കൂടെ ഇവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം വണ്ടികൾ ഇറക്കാൻ ഇത്തിരി കൂടെ എളുപ്പമായി, ഫണ്ടിങ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടി തുടങ്ങി. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അവരുടെ ഒരു പ്രീമിയം ഡിവിഷനായിട്ട് അവർക്ക് MG സെലക്റ്റും തുടങ്ങാൻ പറ്റി. 2 വണ്ടികൾ അതിൽ വരുന്നുണ്ട്. ഉടൻ തന്നെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MGയുടെ M9-ഉം അതുപോലെ തന്നെ സൈബർസ്റ്ററും. ഈ 2 വണ്ടികളെ നമ്മുടെ കൊച്ചിയിൽ ഇപ്പം ഒരു സെലക്ടറിൻ്റെ MG സെലക്ട് ഡീലർഷിപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് അത് ഏറ്റെടുത്തിരിക്കുന്നത് കോസ്റ്റൽ സ്റ്റാർ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, മെഴ്സിഡീസിൻ്റെ ഡീലർഷിപ്പാണ് കോസ്റ്റൽ സ്റ്റാർ. സോ അതവർ ഏറ്റെടുക്കുക എന്ന് പറയുമ്പം MG ചെറുതായിട്ടൊന്നല്ല ഇവരുടെ ഒരു പ്രീമിയം ഡിവിഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല അൾട്ടിമേറ്റ് പ്രീമിയം എക്സ്പീരിയൻസ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. MG ഇന്ത്യയിൽ ഇപ്പോൾ വളരെ നന്നായിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇഷ്ടംപോലെ നല്ല പ്രൊഡക്ട്സ് അവരുടെ വരാനുണ്ട്. എന്താ അവരുടെ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മിക്കവാറും ടാറ്റ ഓവറോൾ EV സെയിൽസിൻ്റെ കാര്യത്തിൽ ഇനി വണ്ടികൾ ഇറങ്ങുമ്പോൾ അവർ ഓവർടേക്ക് ചെയ്യുമായിരിക്കും. ഏതായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചില ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.